ടി ജി രാഷ്ട്രീയ സംഭാഷണങ്ങൾ ഒരുപാട് ഇവിടെ ഈ ബ്രേവ് ഇന്ത്യയുടെ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ചരിത്രം, അതുപോലെ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ. പക്ഷേ ആദ്യമായിട്ടാണ് നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ പാട്ടിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഉണ്ടായിരുന്നു ടി ജി സംസാരിച്ചത്. ടി ജി പൊതുവേ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. ഇടയ്ക്ക് ക്ലബ് ഹൗസിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എസ് ജാനകിയമ്മ ഏതാണ്ട് 45,000-ഓളം ഗാനങ്ങൾ മൊത്തത്തിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ തന്നെ എത്ര പാട്ടുകളാണെന്ന് മൊത്തത്തിൽ പറയാനറിയില്ല, 1000-ന് മുകളിലുണ്ട്. പക്ഷേ അത്രയും വലിയൊരു ആളാണ് ഇപ്പോൾ വിട വാങ്ങിയത്. ഇപ്പോൾ ടി ജി ഈ അടുത്ത സമയത്ത് തന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് എസ് ജാനകിയമ്മയുടെ പാട്ടുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. പക്ഷേ അതെല്ലാം പറയാനൊന്നും കഴിയില്ല. പറ്റുന്നിടത്തോളം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ടി ജിയുടെ ആ ഒരു അനുഭവം ആദ്യം മുതലേ ഉള്ളത്, ഈ പാട്ടിനോടുള്ള എസ് ജാനകിയമ്മയുടെ പാട്ടിനോടുള്ള സ്നേഹം, അതിൻ്റെ ഒരു സഹൃദയൻ എന്നുള്ള നിലയിൽ അതിനെപ്പറ്റി ബ്രേവ് ഇന്ത്യയോട് സംസാരിച്ചാൽ നന്നായിരുന്നു. അതെ, ഒരു കാര്യം, പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് സിംഗർ പി സുശീലയാണ്, ജാനകി അല്ല. അത് ജാനകി മോശമായതുകൊണ്ടല്ലേ, നമുക്ക് പേഴ്സണലൊരു ടിൽറ്റ് ഉണ്ടാകുമല്ലോ മനസ്സിൽ, അത് മാത്രമേ ഉള്ളൂ. എസ് ജാനകി മലയാളത്തിൽ എത്ര പാട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പലരും 1200, 2000, 2500 ഒക്കെ പറയുന്നവരുണ്ട്. മൊത്തം 48,000 പാട്ടുകൾ 17 ഭാഷയിലായിട്ട് അവർ പാടി എന്ന് പറയുന്നു. 50,000 എന്നും ഇന്നലെ ടി വിയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അത്ര വലിയൊരു ഗായികയാണ്. പക്ഷേ എന്നാലും 2013 അവർ പത്മഭൂഷൺ അവാർഡ് നിഷേധിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. തെക്കേ ഇന്ത്യൻ കലാകാരന്മാരോട് ഒരു അവഗണനയാണ് കേന്ദ്രത്തിനുള്ളത്. അപ്പം അന്ന് ഞാൻ വേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ എനിക്ക് ഉള്ളിൽ തോന്നി. പക്ഷെ ഞാനാരും ഇതൊക്കെ പറയാൻ. അവർ ഇന്നലെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവർ ചെയ്തത് ശരിയാണെന്നും എനിക്ക് തോന്നി. കാരണം ഉത്തരേന്ത്യൻ ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകൾ ഒരു സ്ക്രോളായിട്ട് ഈ മരണവാർത്ത കാണിക്കണമല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇടവിട്ട് ഞാൻ ഇത് ടി വി വെച്ച് നോക്കി. ഇല്ല, ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ എല്ലാ ചാനലുകളും ചെയ്യുന്നതാണ്. ആ 10-ലൊരു വാർത്തയായിട്ട് ഇത് വരണ്ടേ? ചെയ്തില്ല. അപ്പോൾ എസ് ജാനകി എന്ന മഹാഗായികയെ ഉത്തരേന്ത്യയും ഇംഗ്ലീഷ് ചാനലുകളും അറിയുന്നില്ല. അവർ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് ഞാൻ പറയില്ല, അവർക്കറിയില്ല. എന്നാൽ അവരുടെ ഹിന്ദിയിലടക്കമാണ് ഈ 17 ഭാഷ ജാനകി പാടിയിരിക്കുന്നത്. അപ്പോൾ വെറുതെ അല്ല അവർ പത്മഭൂഷൺ നിഷേധിച്ചത്. മാത്രമല്ല, വിനയപൂർവ്വം അവർ പറഞ്ഞു ഭാരതരത്നയാണെങ്കിൽ ഞാൻ വാങ്ങുമായിരുന്നു. കാരണം അവർ അത്രയ്ക്ക് പ്രായമായി അത്രയധികം പാട്ടുകൾ പാടി, എന്നിട്ട് നിങ്ങളൊരുമാതിരി കൊച്ചാക്കുന്ന പോലെ. എന്നാൽ ജാനകി ഒരിക്കലും ഒരു റിബലൊന്നും ആയിരുന്നില്ല, ആരോടും വഴക്കിടില്ല, ഒന്നും ചെയ്യും. എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറും. സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, തുടക്കത്തിലൊരു ചിരി, ഇടയ്ക്കൊരു ചിരി, തീരുമ്പോൾ ഒരു ചിരി, സർവത്ര ചിരിയാണ്. അത് നിഷ്കളങ്കമായ ചിരിയാണ്. കൊച്ചുകുട്ടികൾ ചിരിക്കുന്ന പോലെയാണ് അവർ ചിരിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ സ്വരത്തിൽ പാടാനും അവർക്ക് സാധിക്കും, കൊഞ്ചി പാടാനൊക്കെ സാധിക്കും. അതിന് കാരണം ബേസിക്കലി അവർ നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. വാസ്തവത്തിൽ അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ 97-ലോ മറ്റോ അവർ പാട്ട് നിർത്തി. പിന്നെ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ച് പിടിച്ച് വലിച്ചൊക്കെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അവരുടെ വലിയ ചുവന്ന കുങ്കുമപ്പൊട്ട് മാറി, കളർ ഡ്രസ്സ് മാറി, വെളുത്ത ഡ്രസ്സായി, നെറ്റിയിൽ ഭസ്മക്കുറിയായി. നിലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ ഇല്ലേ, അതുപോലെയായി. ചിലപ്പോൾ ഭസ്മക്കുറി ഒരു ചന്ദനക്കുറി ഉണ്ടാവും നീട്ടി വരച്ച്. വേഷം അതായിട്ട് മാറി. 6 മാസം മുമ്പാണ് അവരുടെ മകൻ മരിക്കുന്നത്. 65 വയസ്സുള്ള മകൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. വ്യക്തിപരമായ ഒരുപാട് ദുരന്തങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ അപ്പോഴും അവർ പാട്ട് നിലനിർത്തി, ഇടയ്ക്ക് നിർത്തി, പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി വീണ്ടും പാടിത്തുടങ്ങി. 2017 പിന്നെ ഈ പാട്ട് എന്ന് പറയുന്ന അവസാനിച്ചു. പക്ഷേ ജീവിതത്തിലെ പാട്ട് അവസാനിക്കുകയല്ല. പാട്ട്, ഇത് ഗാനമേള, സിനിമയ്ക്ക് വേണ്ടി പാടുക, അത് നിർത്തി, പബ്ലിക് പെർഫോമൻസ് നിർത്തി. ബട്ട് മരണം വരെ ഉള്ളിൽ പാട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ എത്രയോ പേര് പോയി കാണുന്നു, അവരുടെ കൂടെ വീട്ടിൽ
തന്നെ ഇരുന്ന് പാടുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത സാർത്ഥകമായൊരു ജന്മമായിരുന്നു. 88-ാം വയസ്സിൽ നമുക്കൊരു അങ്ങനെ ഒരു പരാതി എന്ന് പറയാനില്ല. പക്ഷേ അവർ ശാശ്വതമായൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. ഇപ്പോൾ ഞാൻ ഇത്രയും വയസ്സായെങ്കിലും എൻ്റെ ചെറുപ്പം മുതൽ വയസ്സുകാലം വരെ പാടിക്കൊണ്ട് നടക്കുന്ന ജാനകിയുടെ പാട്ടുകളാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ലേ അവർ മലയാളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, വിശ്വസിക്കാനും പ്രയാസമായിരുന്നു. ഈ മലയാളിത്തം ശരിക്കും വരണമെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരണം പാട്ടിന്. പാട്ട് വെറുതെ പാടിയാൽ അത് മലയാളത്തനിമ വരില്ല. അത് വരാനായി എങ്ങനെ വരുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് അവസാനമാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നേക്കാൾ സംഗീതവും സാഹിത്യവും അറിയാവുന്ന എത്രയോ പേരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ തീരെ ചെറിയൊരു മനുഷ്യൻ. പക്ഷേ എനിക്ക് തോന്നിയത് കെ രാഘവൻ്റെ സംഗീതം, പി ഭാസ്കരൻ്റെ വരികൾ, ജാനകിയുടെ പാട്ട്, ഇതാണെങ്കിൽ അതിന് മലയാളിത്തം ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടാണ് മഞ്ഞണിപ്പൂനിലാവ്. ആര് പാടുന്നത്? ഇതിപ്പോൾ ഇന്ന് നമ്മൾക്കൊപ്പം 2 പേരുണ്ട്, നമ്മുടെ കൂടെയുള്ള 2 പാട്ട് പാടുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആര്യയും നിത്യയും 2 പേരുണ്ട്. അപ്പോൾ ജാനകിയമ്മയുടെ പാട്ടുകൾ അപ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റില്ല, അപ്പോൾ പകരം ഇവരാരെങ്കിലും പാടും. ടി ജി പറഞ്ഞാൽ മതി. യെസ്. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞണി പൂനിലാവ്. അത് ജോറായി. ഈ പാട്ടിലെ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്ന് പറഞ്ഞ് വരികയാണ്. ഈ താന്നിയൂരമ്പലം എവിടെയാണ്? ഒരുപാട് പേര് അന്വേഷിച്ചു. താന്നിയൂർ കാണുന്നില്ല. താന്നിയൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കേരളത്തിലെ ഒരു ഗ്രാമം. അതിൻ്റെയാണ് ഈ പേരാറ്റിൻ അവിടെയാണ് താന്നിയൂരമ്പലം. അവിടുത്തെ കഴകക്കാരൻ്റെ കാര്യമാണ്. താന്നിയൂർ എവിടെയെന്ന് ആർക്കറിയില്ല. അവസാനം MT വാസുദേവൻ നായർ പി ഭാസ്കരനോട് തന്നെ ചോദിച്ചു, എവിടെയാണ് മാഷേ ഈ താന്നിയൂരമ്പലം? പി ഭാസ്കരൻ പറഞ്ഞു, താന്നിയൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് വാസുവിന് തോന്നിയോ? തോന്നി, അതാണല്ലോ ഞാൻ ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെ വാസുവിൻ്റെ തോന്നലിൽ മാത്രമേ ഉള്ളൂ ആ ഗ്രാമം. അങ്ങനെ ഒരു ഗ്രാമമില്ല, സാങ്കല്പികമായൊരു ഗ്രാമമാണ്. പക്ഷേ പി ഭാസ്കരൻ എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായി, കേരളത്തിൽ ഉണ്ടെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ അതുപോലെ കെ രാഘവൻ്റെ സംഗീതവും ഇതിലും കേരളീയത്വമുള്ള സംഗീതം കിട്ടാൻ പ്രയാസമാണ്. മലയാളം പാട്ടുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, കേരളത്തിൻ്റെ മഹത്വം പറയുന്ന പാട്ടുകളൊക്കെയുണ്ട്. ബട്ട് ആ സംഗീതത്തിന് തന്നെ ഒരു മലയാളിത്തം വരുന്നു. അപ്പോൾ വരികളും സംഗീതവും ശബ്ദവും ചേർന്ന് തീർത്തും ഒരു മലയാള ഗ്രാമത്തെ, സാങ്കല്പികമായ താന്നിയൂരുന്ന ഗ്രാമത്തെ സൃഷ്ടിച്ച അത്ഭുത വിദ്യയാണ് ഈ പാട്ട്. പി ഭാസ്കരൻ ആ കോമ്പിനേഷനിൽ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ ബാബുരാജ് ഇതിൽ അതിവൈദഗ്ധ്യം ഉള്ള ഒരു ആളായിരുന്നു. ബാബുരാജിൻ്റെ റേഞ്ച് അറിയാമല്ലോ, ഹിന്ദുസ്ഥാനി വരെ നീണ്ടു കിടക്കുന്ന റേഞ്ചാണ്. രാഘവ മാഷിന് അത് അറിഞ്ഞുകൂടാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് പ്രയോഗിച്ചത് കൂടുതലും ബാബുരാജായിരുന്നു. കെ രാഘവൻ, ദേവരാജൻ ഒക്കെ ഈ കർണാടക സംഗീത ശൈലിയും അതിൻ്റെ ആ ലിമിറ്റേഷനിൽ നിന്ന് ബാബുരാജ് അതും കടന്ന അപ്പുറത്തേക്ക് കൂടുതലും ഹിന്ദുസ്ഥാനി രാഗങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ബാബുരാജും ഇത് ചെയ്തിട്ടുണ്ട്. പി ഭാസ്കരൻ ബാബുരാജിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാബുരാജ് പി ഭാസ്കരന് വേണ്ടിയിട്ട് സംഗീതം കൊടുത്തിട്ടുണ്ട്, ജാനകി പാടിയിട്ടുമുണ്ട്. ജാനകിക്ക് ഇത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ജോബാണ് ഇത്തരം പാട്ടുകൾ പാടുക എന്ന് പറയുന്നത്. ബാക്കി പാട്ടുകാർ ശ്വാസം മുട്ടും. ഞാനൊരിക്കൽ ചെറിയൊരു സദസ്സിൽ, ഫ്രണ്ട്സ് മാത്രമുള്ള സദസ്സിൽ, ഈ ബാബുരാജ് സംഗീതം കൊടുത്ത പാട്ട് ഒരു കുട്ടി പാടി. അപ്പോൾ എല്ലാവരും കൈയടിച്ചു, ഞാൻ കൈയടിച്ചില്ല.
അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കൈയടിക്കാൻ. ഞാൻ പറഞ്ഞു കൈയടിക്കാൻ മാത്രം ഉണ്ടായിരുന്നോ ആ പാട്? ഇല്ല, അത് കുറേ അവിടെ ഇവിടെയൊക്കെ കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതാണ് ഞാൻ കൈയടിക്കാൻ. ആ പാട്ട് ഏതാണെന്നറിയാമോ? വാസന്ത പഞ്ചമി നാളിൽ. അസാമാന്യമായ സംഗീതം ആണ് ആ പാട്ടിൻ്റെ. അതിൻ്റെ കോമ്പിനേഷനും ഇതാണ്. പക്ഷേ അത് ഈ പറഞ്ഞ മലയാളത്തനിമ ആവശ്യപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആവശ്യപ്പെടാം. എന്നാലും മഞ്ഞണിപ്പൂനിലാവിൻ്റെ അത്രയും ഒരു ഗ്രാമീണമായ പാട്ടല്ല വാസന്ത പഞ്ചമി നാളിൽ. കുറച്ചുകൂടെ ഒരു ബൗദ്ധിക തലം ഒക്കെ ഉള്ളൊരു പാട്ടാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ ജാനകിയുടെ പാട്ടുകളുടെ ഒരു പ്രത്യേകത അസാമാന്യമായ എനർജി വേണം അത് പാടാൻ. ആ എനർജി പാട്ടിലേക്ക് വരാനും പാടില്ല. ശ്വാസം ശരിക്ക് പിടിച്ച് നല്ല ശക്തി കൊടുത്തില്ലെങ്കിൽ അത് ആ എനർജി ഫുൾ ആ പാട്ടിലേക്ക് കൊടുത്താൽ അതിൻ്റെ ഈ ഗ്രാമീണ ഭംഗി അങ്ങ് പോകും. വലിയ പ്രയാസമാണ് അവരുടെ പാട്ട് പാടാൻ. സുശീല അങ്ങനെയല്ല. സുശീലയുടെ എനർജി സുശീലയുടെ പാട്ടിലങ്ങ് വരും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജുണ്ട്. പക്ഷേ ജാനകിയുടെ ഈ കുട്ടിത്തം, ഈ ഗ്രാമീണ ഇതൊന്നും സുശീലയ്ക്ക് വരില്ല. കാരണം അവർക്ക് എനർജി കൺട്രോൾ വലിയ പ്രയാസമാണ്. എനർജി വേണം തന്നെ, അല്ലെങ്കിൽ ഇത് പാട്ട് മുഴുവനാക്കാൻ പറ്റില്ല. ഇവിടെ എനർജി പാട്ടിലേക്ക് കൊടുക്കാനും പാടില്ല. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടോ, വരുമെന്നൊരു കിനാവ് കണ്ടോ, കിളിവാതിൽ മിഴിയും നട്ടോ, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടോ, വരുമെന്നൊരു കിനാവു കണ്ടോ, കിളിവാതിൽ മിഴിയും നട്ടോ, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. പാടി ഒപ്പിച്ചു. ഇതാണ് ജാനകി അമ്മയുടെ റേഞ്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. ഇത്രയേ ഉള്ളൂ, ഞാനിപ്പോൾ പാടി കാണിച്ചു തരാം. നടക്കില്ല. അത് ദിവസങ്ങളോളം പാടി ചെയ്യണം. പക്ഷേ എസ് ജാനകിക്കത് നിസ്സാരമായിരുന്നു താനും. അവർ തന്നെ പറഞ്ഞൊരു കഥയുണ്ട്. സലിൽ ചൗധരി ഉണ്ടല്ലോ, വലിയ മ്യൂസീഷ്യൻ. സലിൽ ചൗധരിയുടെ ഒരു പ്രത്യേകത വൈദ്യത്തിനറിയാമോ? മലയാളത്തിന് വേണ്ടി ഒരു സംഗീതവും ചെയ്യാത്ത മനുഷ്യനാണ് സലിൽ ചൗധരി. വലിയ സെലിബ്രിറ്റിയാണ്. ബട്ട് മലയാളികൾക്ക് വേണ്ടി ഒരു പാട്ടും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകളുടെ കോപ്പിയാണ്. ബംഗാളി, ഹിന്ദി, അതിൽ അദ്ദേഹം സംഗീതം ചെയ്തു. മലയാളികൾ ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സംഗീതത്തിനൊപ്പിച്ച് ഇവിടെ വരികൾ എഴുതിയിട്ട് ഇവിടെ പാട്ടാകും. ഒടുവിൽ ഞാൻ വിചാരിച്ചു മാനസമൈന എന്നുള്ള ചെമ്മീനിലെ പാട്ടുണ്ടല്ലോ, അതെങ്കിലും മലയാളിക്ക് വേണ്ടി ചെയ്തത്. അതുമല്ല, അതും ഒരു ബംഗാളി പാട്ടിൻ്റെയാണ്. ബട്ട് ഹി വാസ് എ ഗ്രേറ്റ് സിംഗർ. മലയാളത്തിൽ ഈ പാട്ടിൽ ധാരാളിത്തമൊക്കെ കൊണ്ടുവന്നത് സലിൽ ചൗധരിയാണ്. 70 വയലിൻ, 35 തബല, ഇതൊക്കെ ഇരുത്തിയിട്ടാണ് പുള്ളി പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അസാമാന്യമായ മനുഷ്യൻ. അപ്പോൾ ഈ മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്ന് കണ്ടു, അങ്ങനെ ഒരു പാട്ടില്ലേ, ശാരികേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട്. ശാരികേ എൻ അത് പാട്ട് പറഞ്ഞു കൊടുത്തു ജാനകി അമ്മയ്ക്ക്. അതിനിടയ്ക്ക് ചെറിയൊരു സംഗതി ജാനകി അമ്മ തന്നെ പറഞ്ഞതാണ്. സലിൽ ചൗധരി ഹോട്ടലിൽ താമസിക്കുന്നു. എസ് ജാനകിയോട് ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു. അവർ പോയില്ല. ഹോട്ടലിലൊന്നും പോയി. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, അദ്ദേഹത്തോട് എൻ്റെ വീട്ടിൽ വരാൻ പറയാം, എല്ലാ സൗകര്യവും സംഗതിയൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കാം, എൻ്റെ വീട്ടിൽ ഞാൻ ഹോട്ടലിലൊന്നും വരില്ല. അപ്പോൾ സലിൽ ചൗധരിക്ക് അത് മനസ്സിലായി. കാരണം അങ്ങനെ ഒരു പ്രത്യേക ഡിസിപ്ലിൻഡ് കൾച്ചറലി ഹൈ ലൈഫാണ് എസ് ജാനകിയുടെ. ഹോട്ടലിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷെ അന്ന് അങ്ങനെ. സലിൽ ചൗധരി വീട്ടിൽ വന്നു, പാട്ടും പറഞ്ഞു കൊടുത്തു. ഓക്കെ റെഡി എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ലിറിക്സ് വന്നിട്ടില്ല അതുവരെ.
ONVയുടെ ലിറിക്സ് വന്നു. ലിറിക്സ് വന്ന് ജാനകി നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമാണ്. കാരണം മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, ഇതാണ് ആരും കാണാതെ പൂ ചൂടി ഞാനൊന്ന് പാടി. ഇത് സലിൽ ചൗധരിയുടെ സംഗീതത്തിലാക്കണമെങ്കിൽ മദ്ദളപ്പൂ എന്ന് പാടണം, മാതളപ്പൂ എന്ന് പാടാൻ പറ്റില്ല. മദ്ദളപ്പൂ പോലൊരു മനസ്സം ഞാനിന്ന് കണ്ടു, ആരും കാണാതെ പൂ ചൂടി ഞാനൊന്ന് പാടി, ഇങ്ങനെ ഇത് പാടാൻ പറ്റുള്ളൂ. ആരും എന്ന് നീട്ടാൻ അവിടെ സ്കോപ്പില്ല. ചെറിയ അക്ഷരമാണ് സംഗീതത്തിൽ കൊടുത്തിരിക്കുന്നത്. ത അല്ലെങ്കിൽ ന എന്ന് പറഞ്ഞാൽ ചെറിയ അക്ഷരമല്ല, അത് നാന്ന് നീട്ടാൻ പറ്റില്ല സംഗീതത്തിൽ. ഇത് സലിൽ ചൗധരിയോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു എന്നപോലെ പാടിയാൽ മതി, നത്തിങ് റോങ് ക്യാ ഹെ, മദ്ദളപ്പൂ പോലൊരു. അപ്പോൾ ജാനകിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ മദ്ദളപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കൂവും, പാട്ട് വലിയ കുഴപ്പമാണ്. പക്ഷേ ഇതെങ്ങനെ പറയും? സലിൽ ചൗധരി ആണെങ്കിൽ വലിയൊരു മനുഷ്യൻ. ONV സ്ഥലത്തില്ല. ONV ഉണ്ടെങ്കിൽ ONV ഇത് പറഞ്ഞു കൊടുത്ത് ശരിയാക്കും. സീനിയോറിറ്റി വെച്ചിട്ട് ONVയെ അംഗീകരിക്കും സലിൽ ചൗധരി. ജാനകിയെ പുള്ളി അപ്പോഴും കുട്ടിപ്പാട്ടുകാർ ഞാൻ പറഞ്ഞ പോലെ പാടിയാൽ മതി, ഈ ടൈപ്പിലാണ് സലിൽ ചൗധരി നിൽക്കുന്നത്. ജാനകി രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, സാർ ഇത് ശരിയാവില്ല സാർ, ഞാൻ വേറൊരു രീതിയിൽ പാടട്ടെ. വേണ്ട, വേറെ രീതി വേണ്ട, ഞാൻ ഈണമിട്ടത് ഞാനല്ലേ, അങ്ങനെ പാടിയാൽ മതി. സാർ ഞാൻ പറയുന്നു ഒന്നൊക്കെ ഞാൻ സാറിൻ്റെ ഈണമൊന്നും മാറ്റിയിട്ടില്ല, ഞാൻ ചെറിയ ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അത് മലയാളത്തിൽ ശരിയാകുന്നു. മനസ്സില്ലാ മനസ്സോടെ ഇദ്ദേഹം കേട്ടു. അപ്പോൾ ജാനകി അത് തിരുത്തി പാടി. അങ്ങനെയാണ് മാതളപ്പൂ പോലൊരു മനസ്സും ഞാനിന്ന് കണ്ടു. എന്നിട്ട് തന്നെ ആരും കാണാതെ, അവിടെ ജാനകിക്ക് ചെറിയൊരു പ്രയാസം വരുന്നുണ്ട്. അരും എന്ന വാക്ക് ആരും എന്നാക്കണമില്ല. അപ്പോൾ ആയുടെയും ഇടയ്ക്കുള്ള ഒരു ഉച്ചാരണം നടത്തിയിട്ട് ആ പാട്ടങ്ങനെ രക്ഷപ്പെടുത്തി വിടുക. അത് ജാനകി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്, വേറെ ആർക്കും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിൽ ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ പാടി നോക്കുക. ആരും എന്ന് പറയുന്നിടത്ത് ആരും എന്ന് വരുന്നില്ല, അരും എന്നാകുന്നൊന്നുമില്ല, ചെറുതുമല്ല വലുതുമല്ല എന്നുള്ള മട്ടിൽ ചെയ്ത് അങ്ങനെ ആ പാട്ട്. ഈ ഒരു സാമർഥ്യം അത് മലയാളി അല്ലാതിരുന്നിട്ട്, അവർക്ക് വലിയ മലയാളമൊന്നും അറിയില്ല അന്നും, പിന്നീട് കൂടുതൽ പഠിച്ചു കാണും, എന്നാലും സാഹിത്യവും അതൊന്നും അവർക്കറിയില്ലല്ലോ. അവരെ അതുപോലെ ഈ രണ്ടുപേരും ചേർന്ന് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ആ പാട്ട് വലിയൊരു ദുരന്തമായി മാറിയാൻ. പക്ഷേ ആ പാട്ട് വളരെ പോപ്പുലറായി, കേട്ടിട്ടുണ്ടല്ലോ ആ പാട്ട്. അതുപോലെ ജാനകിയുടെ ഒരു സിദ്ധിയാണ് ഈ കൊച്ചുകുട്ടികളുടെ പാട്ട് പാടുക. കൊച്ചുകുട്ടികളുടെ പാട്ട് മാത്രമല്ല, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പാടുക. താരാട്ടുപാട്ടിൻ്റെ വലിയൊരു സാമ്രാജ്യം തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊച്ചുകുട്ടികളുടെ കുസൃതി, ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ആലിപ്പഴം പെറുക്കാൻ, ഓർമ്മയുണ്ടോ ആ പാട്ട്? ഒന്ന് പാടിക്കേ. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ഇത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ അല്ലേ, ആ ഭിത്തിയിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നത്, അതിന് പറ്റിയൊരു പാട്ട്. അത് ഈ പാട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അല്പം കുട്ടിത്തം ചേർത്തിട്ടാണ് ജാനകി ഇത് പാടുന്നത്. ഒരു പ്രൊഫഷണൽ സിംഗർ എന്നുള്ള നിലയ്ക്കല്ല, ഒരു നഴ്സറി സ്കൂളിലെ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി പാടുമ്പോൾ അതിനകത്തൊരു കുട്ടിത്തരം കലർത്തി വിടുമല്ല, അതാണ് ഈ പാട്ടിൽ അവർ ചെയ്തിരിക്കുന്നത്. പാട്ട് നിസ്സാരമാണെന്ന് തോന്നും, അത് എല്ലാവരും പാടിക്കഴിഞ്ഞാലൊന്നും അങ്ങനെ ശരിയാവില്ല. ഇപ്പോൾ പ്രശസ്ത ഗായികയാണ് MS സുബ്ബലക്ഷ്മി. ആലിപ്പഴം പെറുക്കാൻ എന്നുള്ള പാട്ട് അവർ പാടിയാൽ എങ്ങനെ ഇരിക്കും? അവർക്ക് പാടാൻ സാധ്യമല്ല. അത് കേൾക്കുമ്പോൾ തന്നെ അവർ പറയും മുടിയാതപ്പാ അന്ന് ജാനകിക്ക് കൂടെ എന്ന് പറയും. കാരണം അവർക്കറിയാം അവരുടെ തൊണ്ടയുടെ റേഞ്ചിൽ ഇത് നിൽക്കുന്ന സംഗതിയല്ല എന്നറിയാം. അപ്പോൾ അത് ഒരു വല്ലാത്ത സിദ്ധിയാണ്, വലിയൊരു റേഞ്ച്,
വളരെ പ്രായമായവർക്ക് കേൾക്കാനുള്ള വിരഹ ഗാനങ്ങൾ അല്ലെങ്കിൽ തത്വചിന്ത അടങ്ങിയ ഗാനങ്ങൾ, പിന്നെ കൊച്ചുകുട്ടികൾക്ക് പറ്റിയ ഗാനങ്ങളും പാടുക. ഈ സംഗീതം പഠിക്കാതെ ഇതെങ്ങനെ സാധിച്ചു? എസ് ജാനകി സംഗീതം ട്രഡീഷണൽ സ്റ്റൈലിൽ പഠിച്ചിട്ടില്ല, പക്ഷേ സംഗീതം പഠിച്ചിട്ടുണ്ട്. അവർ നാഗസ്വര വിദ്വാനിൽ നിന്നാണ് സംഗീതം പഠിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളുടെ കർണാടക സംഗീതമുണ്ടല്ല, അത് പോപ്പുലറാക്കിയത് നാഗസ്വരക്കാരാണ്, പാട്ടുകാരല്ല. നാഗസ്വരം വായിച്ച് നാഗസ്വരത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഒരുപാട് ദൂരെ കേൾക്കാം. അതുകൊണ്ട് കർണാടക സംഗീതം പഠിക്കുന്നവർക്ക് അത് വളരെ എളുപ്പമാണ്. ഒരു വലിയ വയലിൻ്റെ അക്കരയിൽ ഒരമ്പലത്തിൽ രാത്രി നാഗസ്വരം വായിക്കുന്നു എന്ന് വെച്ചു, വയലിൻ്റെ ഇക്കരയിരുന്ന് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. അതിൻ്റെ സ്വരം, ഏറ്റക്കുറച്ചിലുകളൊക്കെ നമുക്ക് നിശബ്ദതയായിരിക്കണം. ബഹളം വെടിക്കെട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പറ്റില്ല. നാഗസ്വരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സംഗീതം അസാമാന്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നാഗസ്വരം. ഇവരൊരു നാഗസ്വര വിദ്വാൻ്റെ കീഴിലാണ് പഠിച്ചത്. അത് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. എസ് ജാനകി വാതാപി ഗണപതിം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹംസധ്വനി രാഗത്തിൽ അതിൽ സാധാരണ കച്ചേരിക്ക് ഓഡിയോ ആണ് കേട്ടോ, വീഡിയോ അല്ല. സാധാരണ കച്ചേരിക്ക് വയലിനും മൃദംഗമാണില്ല. ഇവരുടെ എസ് ജാനകിയുടെ കച്ചേരിക്ക് നാഗസ്വരവും തകിലുമാണ്. അവരുടെ വളരെ ഫേമസ് ആയൊരു പാട്ട് നാഗസ്വരത്തിൽ ശിങ്കാരവേലിനെ ദേവ എന്നുള്ള പാട്ട്, അത് വെച്ചിട്ടാണ് അവർ അസാമാന്യമായ പാട്ടല്ലേ. ആ പാട്ട് പീലിയിലേക്കാണ് ആദ്യം കൊടുത്തത്. പീലിയിലെ പറഞ്ഞു ഇത് ഞാൻ പാടേണ്ടതല്ല, ജാനകി പാടട്ടെ എന്ന് പറഞ്ഞു. ജാനകി അന്ന് അത്ര അറിയപ്പെടുന്ന ഗായികയൊന്നുമല്ല. ബട്ട് പീലിയില വാസ് സോ ഗ്രേസ്ഫുൾ ദാറ്റ് സാധാരണ ഇതിലൊരു ഗായകനോ ഗായികയോ ഇത് എൻ്റെ റേഞ്ചിൽപ്പെട്ട പാട്ടല്ല, നിങ്ങൾ ഇന്ന ആൾക്ക് കൊടുക്കുന്നൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. അവർക്കാവുന്ന പോലെ പാടി അങ്ങ് അവരുടെ ക്രെഡിറ്റിലേക്ക് അങ്ങ് കൂട്ടുക ചെയ്യുന്നു. പക്ഷേ പീലിയില വളരെ ഉദാരമനസ്കയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ജാനകിയെ കൊണ്ട് പാടിക്കുന്നു. അങ്ങനെയാണ് ജാനകി ശിങ്കാരവേലനെ ദേവാന്ന്. അത് നാഗസ്വരത്തെ വെല്ലുന്ന ശബ്ദമാണ്. സാധാരണയിൽ നാഗസ്വരത്തെ ഓവർടേക്ക് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അത് ദേവവാദ്യങ്ങളിൽപ്പെട്ടതാണ് നാഗസ്വരം. അതിൻ്റെ സ്വരം ബാക്കിയുള്ള സ്വരങ്ങളെ മുക്കിക്കളയും. ഒരാൾ ഓടക്കുഴൽ വായിക്കുന്നു, വയലിൻ വായിക്കുന്നു, കൂടെ ഒരാൾ നാഗസ്വരം വായിക്കുന്നു. ഇത് ടോപ്പിൽ ശ്രുതിയൊക്കെ കറക്റ്റായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ചേട്ടൻ ഇത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ചേട്ടന്മാർ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഓളി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷേ ഇദ്ദേഹം കയറി. അതുപോലെ തവിലും അതുപോലെയാണ്. മറ്റ് വാദ്യങ്ങളെ തവിലിനടുത്ത് പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു വാദ്യം ചെണ്ടയാണ്. 18 വാദ്യവും ചെണ്ടയ്ക്ക് കീഴേ എന്ന് പറയുമല്ലോ. ചെണ്ട കൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ തകിലിന് പോലും പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. പക്ഷേ നാഗസ്വരത്തെ ചലഞ്ച് ചെയ്യാൻ വേറൊരു വാദ്യമില്ല. അതിൻ്റെ പോസിബിലിറ്റീസും ഭയങ്കരമാണ്. നാഗസ്വരത്തേക്കാൾ പോസിബിലിറ്റീസ് ഉള്ള ഒരു വാദ്യമായിട്ട് കൂട്ടുന്നത് വീണയാണ്. അൾട്ടിമേറ്റ് സംഗീത ഉപകരണം എന്ന് പറയുന്നത് വീണയാണ്. വീണയിൽ കിട്ടാത്ത ഒരു സ്വരവുമില്ല എന്നാണ് വെപ്പ്. അതുകൊണ്ടാണ് സരസ്വതിയൊക്കെ വീണയുമായിട്ട്, വീണയുടെ വലിപ്പമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സരസ്വതി പറയും കുറച്ചുകൂടെ ചെറിയ ഐറ്റം ഉണ്ടെങ്കിൽ എടുക്കുന്നു. കാരണം ഇത് ഇങ്ങനെ മടിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇതെടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സംഗീതമാണ്. അപ്പം അതുമായിട്ട് ആണ് ആൾക്കാർ താരതമ്യം ചെയ്യുന്നത്. ഒരു ഗായകൻ്റെ ശബ്ദം അന്നത്തെ ആ കാലത്തേക്ക് എക്സ്പേർട്സ് താരതമ്യം ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെൻസിലാണ്. കറക്റ്റ് ടോണും സംഗതിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. അതിനൊപ്പിച്ച് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റൊന്നും ഇല്ല. തൊണ്ടയിൽ ഒരു സ്ക്രൂ കയറ്റി നമുക്ക് മുറുക്കാനോ അഴിക്കാനോ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും നമുക്ക് ശ്രുതി ചേർക്കാം. തൊണ്ടയിൽ ശ്രുതി എങ്ങനെ ചേർക്കും? അത് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ശ്രുതി അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നെന്ന് പറയും. അത് ആ ശ്രുതിയിൽ ചേർന്ന് വരണം. അവിടെ ഒരു നിയന്ത്രണവും നിങ്ങൾക്ക് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, ഒരു സ്ക്രൂ മെക്കാനിക്കൽ ഇൻ്റർവെൻഷൻ പറ്റില്ല. അപ്പം അത് സ്വാഭാവികമായിട്ട് ചെയ്താണ് അവരുടെ തുടക്കം. നാഗസ്വര വിദ്വാൻ്റെ കീഴിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. നാഗസ്വരവുമായിട്ട് മത്സരിച്ച് പഠിച്ച ഒരു സംഗീതം, അങ്ങനത്തെ തൊണ്ടയായിരുന്നു ജാനകിയുടെ. അതുകൊണ്ട് അവർ കർണാടക സംഗീതം മനോഹരമായിട്ട് പാടും. പക്ഷേ അതൊരു പതിവായിരുന്നില്ല, കച്ചേരി നടത്തുമായിരുന്നില്ല. ഇങ്ങനെ
യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 1-2 വാതാപി അല്ലാതെയും ചില കീർത്തനങ്ങളൊക്കെ അവർ പാടിയിട്ടുണ്ട്. ഇതിപ്പോൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കണം. TG എങ്ങനെയാണ് പൊതുവേ എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകനായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എല്ലാവരും കണ്ടത്. ഈ സംഗീതവുമായിട്ട് എങ്ങനെയാണ് ഇത്രയും ബന്ധം? അത് പലപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് അതെ, ആഗ്രഹിച്ചത്. ഈ മനുഷ്യന് ഒരു ചിന്തയുടെ ഒരു റേഞ്ച് ഉണ്ടല്ലോ. എൻ്റെ ഇതിലൊരു 10% മാത്രമേ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ പരിപാടികൾ ഇതുപോലത്തെ യൂട്യൂബ് ഇതിലൊക്കെ ചോദ്യങ്ങൾ വിഷയങ്ങൾ മുഴുവൻ രാഷ്ട്രീയമാണ്, കൂടുതൽ പോപ്പുലർ അതായതുകൊണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നതുകൊണ്ട് വായിച്ച് ചോദിക്കുന്ന രാഷ്ട്രീയമാണ്, ഞാൻ രാഷ്ട്രീയ ഉത്തരം പറയുന്നു. എന്നെ അത് ഒരു 10%, 10-15% കൂടുതൽ എന്നെ അത് സ്പർശിക്കാറില്ല. ഞാനതേപ്പറ്റി ആലോചിക്കാറില്ല, ഞാൻ വറി ചെയ്യാറില്ല. ആ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് വിചാരിച്ചിട്ട് ഉറക്കം കളയാറില്ല. അതിൽ കൂടുതലൊരു പക്ഷേ ഫുട്ബോൾ ചിലപ്പോൾ എനിക്ക് എന്താകും എന്നൊക്കെ ഒരു ആശങ്ക തോന്നാറുണ്ട്. അപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സർവസ്പർശിയായ ഒരു കാര്യമൊന്നുമല്ല രാഷ്ട്രീയം. 10-15% എൻ്റെ ഒരു പേഴ്സണൽ ലിമിറ്റാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ മറ്റു കാര്യങ്ങൾ നോക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പേഴ്സണലി ഞാൻ അത്രയൊക്കെ ഇൻവോൾവ്മെൻ്റ് അതിലെടുക്കാറുള്ളൂ. അതിലുമൊക്കെ എത്രയോ വലിയ സബ്ജക്റ്റാണ് സംഗീതം. സംഗീതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായ ലഘുവായ 5 കൊല്ലം കൂടുമ്പോൾ മറിയുന്ന ഒരു നിസ്സാര സംഭവമാണ് രാഷ്ട്രീയം. ഇത് 5 കൊല്ലം കഴിയുമ്പോൾ മാറുന്നുണ്ടോ? ഇല്ല. എത്ര കാലമായി ത്യാഗരാജൻ, എത്ര വർഷമായി, നൂറ്റാണ്ടുകളായിട്ട് അവരൊക്കെയാണ് ഈ രാഷ്ട്രം നിലനിർത്തുന്നത്. അതിൻ്റെ പുറത്താണ് രാഷ്ട്രീയക്കാർ കളിക്കുന്നത്. ഇവരുണ്ടാക്കി വെച്ച അടിത്തറയുണ്ടല്ല, അതിൻ്റെ പുറത്ത് നിന്നാണ്, സാംസ്കാരികമായ അടിത്തറയുടെ പുറത്താണ് രാഷ്ട്രീയത്തിൻ്റെ കെട്ടിമറിച്ചിലുകൾ. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിൽ ഇടപെടാനൊന്നും പോകാത്തത്. പിന്നെ ചോദിക്കുമ്പോൾ പറയുന്നു അത്രയും. ഇപ്പോൾ നിത്യ ആലിപ്പഴം പാടിയല്ല, അതേ റേഞ്ചിൽ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു പാട്ടാണ് തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട. അതിൻ്റെ വരികളും മനോഹരമാണ് കിട്ടുന്നത്. തുമ്പക്കുടത്തിൻ്റെ തുഞ്ചത്തായിട്ട് ഊഞ്ഞാലിടണമെങ്കിൽ അത് തുമ്പിക്കേ പറ്റുള്ളൂ. മനുഷ്യന് ഊഞ്ഞാലിട്ട് കഴിഞ്ഞതിൽ ഓടി പറഞ്ഞു പോരും. തുമ്പിക്ക് പറ്റും അവിടെ ഒരു ഊഞ്ഞാലിട്ട് ആടാനായിട്ട്. അങ്ങനെയാണ് തുമ്പിയെ വിളിക്കുന്നത്. അല്ല, വരികളുടെ മനോഹാരിതയും ചേർത്ത് കഴിയുമ്പോഴാണ് പാട്ടിന് കുറെ കൂടെ റീച്ച് കിട്ടുന്നത്. ഇത് പോപ്പുലർ ആവാൻ കാരണം ഇതുപോലത്തെ ചെറിയ പ്രയോഗങ്ങളാണ്. നമുക്കിത് തിരിച്ചറിയാം, നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ തുമ്പിയെ വിളിക്കുന്നത്. തുമ്പക്കുടത്തിൻ്റെ തുഞ്ചത്ത് ഊഞ്ഞാലിടണമെങ്കിൽ അത്രയ്ക്ക് ലൈറ്റായിട്ടുള്ള തുമ്പി അതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രാണിക്കേ പറ്റുള്ളൂ. മനുഷ്യൻ ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ പോക്കാണ്. അപ്പോൾ അതും കൂടെ ചേർന്നാണ് പാട്ടിൻ്റെ. ആ പാട്ട് അറിയാമോ? മന്ത്രത്താൽ പായുന്ന കുതിരേ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരേ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ, ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ, മാനത്തോ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലിനിഴകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലിനിഴകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജാനകി ആകാശത്തെ ഏതോ പൊന്നാലിൻ്റെ ഇലയിൽ തൊട്ട് തിരിച്ചു വരാൻ പോയിരിക്കുക. ഊഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. ഊഞ്ഞാലിപ്പോൾ അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി, തിരിച്ചു വരും ഒരു ദിവസം. അതിനായിട്ട് മലയാളികൾ കാത്തിരിക്കുന്നു എന്നല്ലാതെ എന്ത് പറയാനാണ്. ഭാരതീയ സങ്കല്പമനുസരിച്ച് മരണം ഒരു ഫുൾ സ്റ്റോപ്പല്ല, അതൊരു കോമയാണ്. അപ്പോൾ അത് പോയ ആൾ തിരിച്ചു വരും,
ഒരുപക്ഷെ പോയ അതേ ശരീരമായിരിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എസ് ജാനകി വേറെ ആരിലെങ്കിലും കൂടെ മലയാളികൾക്ക് വേണ്ടി പാടാൻ ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.